സച്ചിൻദാസ് മാത്സ് ട്യൂഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇനിയും ഞാൻ ഇടും. നമ്മൾ ഒരു വീഡിയോ മുന്നിട്ടിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഫുള്ള് കവർ ചെയ്തു നമ്മൾ. ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് വരികയാണ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. പലപ്പോഴും നമ്മളിത് ടഫാണ് എന്ന് വിചാരിച്ച് വിട്ടുപോകുന്ന ഒരു ഭാഗമാണ്. അങ്ങനെ ഒന്നും ചെയ്യരുത്. ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കുക എന്നുള്ളതാണ്. വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ബേസ് അറിഞ്ഞാൽ മതി, നമുക്കൊരു ബേസ് ഉണ്ടായാൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ഇൻട്രോ എന്നുള്ള രീതിയിൽ പറഞ്ഞു മാത്രം. അതുപോലെ തന്നെ ഇംപ്രൂവ്മെന്റ് എക്സാമൊക്കെ എഴുതുന്നവർക്ക് കൂടുതൽ മാർക്ക് കിട്ടാൻ സ്കോർ ചെയ്യാനൊക്കെ നമ്മൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നൊരു വിശ്വാസത്താലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഹെൽപ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഊർജ്ജം തരുന്നത് കേട്ടോ. അപ്പോൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിലെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആദ്യം പഠിക്കാനുണ്ട്. എന്താണെന്നറിയോ? ഒപ്പം പഠിച്ചു പോവാ അല്ലെ. അല്ലാതെ കുറച്ച് ഇക്വേഷൻസ് അങ്ങോട്ട് ഞാൻ തരാം, ഇത് വെച്ചിട്ട് അങ്ങോട്ട് പഠിച്ചു അങ്ങനെ ചെയ്തുകൊണ്ട് കാര്യമില്ല. ഞാൻ എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ തരാം. അപ്പൊ ഒരു എക്സാമ്പിൾ നോക്കൂ. ഫൈൻഡ് ദി പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ്. എന്താണ് ഇത്? കോസ് ഇൻവേഴ്സ് √3/2 എന്നുള്ളതാണ് ചോദ്യം അല്ലെ. എന്തിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ആണ് വേണ്ടത്? അപ്പൊ ആദ്യത്തെ ഒരു ടേം നമ്മൾ പഠിക്കുകയാണ്. എന്താണത്? പ്രിൻസിപ്പൽ വാല്യൂ. പ്രിൻസിപ്പളാ? സ്കൂളത്തെ പ്രിൻസിപ്പളാണോ? അങ്ങനെയല്ല. ഇതെന്താണ്? പ്രിൻസിപ്പൽ വാല്യൂ ആണ്. അപ്പൊ നമ്മൾ പ്രിൻസിപ്പലിനെ ഓർക്കണം. ആരേനെ ഓർക്കണം? പ്രിൻസിപ്പലിനെ ഓർക്കണം. ഏത് സ്കൂളത്തെ? വൊക്കേഷണൽ സ്കൂളത്തെ. അപ്പൊ വി ഉണ്ടാ പ്രിൻസിപ്പൽ ഏത്? വൊക്കേഷണൽ വി. അപ്പൊ നിങ്ങൾ അങ്ങനെയെങ്കിൽ അങ്ങനെ ഓർത്ത് വെക്കുക. ഒരു പ്രിൻസിപ്പൽ വാല്യൂ കാണണം. അപ്പോൾ കൂടെ എന്താണ്? സ്കൂളത്തെ പ്രിൻസിപ്പൽ വാല്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫൈൻഡ് ദി പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് ഓഫ് √3/2 എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഈ ഒരു ടേബിള് ഞാൻ എന്ത് ചെയ്തില്ല, മുമ്പ് തന്നില്ല അല്ലെ. അപ്പൊ ഈ ടേബിൾ പഠിച്ചു വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ മുന്നേ പഠിച്ചൊരു കാര്യമാണ്. ഇത് +1 നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള ഒരു ടേബിൾ ആണ് ഇത് ഈ തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ സൈന്, കോസ്, ടാന്, അതിന് 0 ഡിഗ്രിയില് സൈൻ എത്ര? 0 ഡിഗ്രി എത്രയാണ്? അതുപോലെ സൈൻ π/6 എത്രയാണ്? 1/2 അല്ലെ. അങ്ങനെ നമുക്ക് നോക്കി കണ്ടെത്താൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. ഏതാണ്? നമ്മള് ട്രിഗ്നോമെട്രിയിലായാലും അതുപോലെ തന്നെ എന്താണ് കോംപ്ലക്സ് നമ്പേഴ്സിലായാലും നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ ഇവിടെ ഉപയോഗിച്ച് വന്നിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ടേബിൾ അറിയാത്തവരില്ല എന്നുള്ള പ്രതീക്ഷയില്. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ചു വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ടേബിൾ അങ്ങ് പഠിച്ചു വെച്ചാൽ ഈ ഒരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 1 മാർക്കല്ലേ പോട്ടെ എന്ന് വെക്കരുത്. 1 മാർക്കിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുക. വളരെ ഈസി ആയിട്ടുള്ളതാണ്. ഈ ടേബിൾ മാത്രമേ നമുക്ക് പഠിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പൊ നമ്മൾ കളയണോ ഈ മാർക്ക്? വേണ്ട. 1 മാർക്ക് 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ കോസ് ഇൻവേഴ്സ് ഓഫ് √3/2 എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. ഞാൻ പറഞ്ഞുതരാം ട്രിക്ക്. ആദ്യം കോസ് എവിടെയാ? കോസ് അല്ലേ വന്നിട്ടുള്ളത്. അപ്പൊ കോസ് നോക്കാം. കോസ് കണ്ടു. ഇനി എന്താണ്? √3/2 എവിടെ നോക്കുക? കോസ് എന്ന് പറയുന്ന റോ. കോസ് എടുക്കുന്ന റോ കണ്ട, ഇതാണ് കോസ് നിൽക്കുന്ന റോ. ആ റോയില് ആരുണ്ടോ നോക്കുക. √3/2 ഉണ്ടോ? ഉണ്ട്. എവിടെ എടുക്കണ? √3/2 π/6 അടുത്ത് അല്ലെ. അപ്പൊ കോസ് π/6 ആണ് എന്ത്? √3/2. അതെങ്ങനെ π/6 കിട്ടിയത്? നമ്മൾ റോ അല്ലേ കൺസിഡർ ചെയ്ത്. ഇതേപോലെ ആ √3/2 ഏത് കോളത്തിലാണ് അതിന്റെ ടോപ്പ് നോക്കുക. നമ്മൾ റോ സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴും സ്റ്റാർട്ടിങ് തന്നെയാണ് നോക്കുന്നത് അല്ലെ. അപ്പൊ കോസ് എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഈ അതിന്റെ ടോപ്പ് നോക്കുക π/6. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ റോയും കോളും എവിടെ സ്റ്റാർട്ട് ചെയ്ത് എവിടെയാണോ കൂട്ടിമുട്ടുന്നത് അതാണ് നമ്മൾ √3/2 അല്ലെ. മനസ്സിലായില്ല? ഈ റോ സ്റ്റാർട്ട് ചെയ്തു, കോളം സ്റ്റാർട്ട് ചെയ്തു, ഇവിടെയാണ് ആര് വരുന്നത്? √3/2. അപ്പോ ആ √3/2 ഉള്ള റോയും കോളും നോക്കുക. അതിന്റെ എൻഡിലുള്ള രണ്ടാൾക്കാർ ഏതാ? കോസ് π/6. അപ്പൊ കോസ് π/6 ആണ് എന്ത്? √3/2.
അപ്പോ നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടത് ഇതൊന്നും ചിന്തിക്കേണ്ട, കോസ് ഇൻവേഴ്സ് √3/2 3r5/6 കിട്ടിയില്ലേ? ഇനി ചെറിയൊരു കാര്യം കൂടിയും, ഈ π/6 എന്ന് പറയണത് ചിലപ്പോ എന്താവും, തെറ്റ് വരും അല്ലെ. π/6 തെറ്റ് വന്നു എന്നാ, അതെങ്ങനെ? അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പം ടേബിളിലുള്ളത് അങ്ങനെ പ്രത്യേകിച്ച് തെറ്റൊന്നും വരാറില്ല, ടേബിളിൽ ഇല്ലാത്തതാവും ചിലപ്പോൾ തെറ്റ് വരാം. എന്നാ പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, ഈ കോസ് എന്ന് പറയണത് എവിടെയാണ് ബിലോങ് ചെയ്യുന്നത്? കോസ് അല്ല, കോസിന്റെ എക്സ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത് അല്ലെ. കോസിന്റെ എക്സ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. കോസ് എക്സ് എന്നൊക്കെ എഴുതുമ്പോൾ ആ എക്സ് ആണ് നമ്മളിപ്പോ എന്ത് π/6 എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഈ ഒരു എക്സ് ബിലോങ് ചെയ്യണത് എവിടെയാണെന്ന് അറിയണം. ഏത്? ഈ π/6. അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട, ഈ π/6 എവിടെയാണെന്ന് അറിയണം. π/6 എവിടെ ബിലോങ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് എന്താ അറിയണം. അപ്പോ ആ π/6 എവിടെയാണ് ബിലോങ് ചെയ്യുന്നത് എന്ന് നോക്കുക. കോസ് എവിടെ? കോസിന്റെ എക്സ് അല്ലേ, ആ എക്സ് എവിടെ ബിലോങ് ചെയ്യുന്നുണ്ട്? ക്ലോസ്ഡ് ഇന്റർവെൽ 0 πയിൽ ബിലോങ് ചെയ്യുന്നുണ്ട് എന്ന് പഠിച്ചിരിക്കുക. അപ്പൊ കോസ് എക്സ് എവിടെ ബിലോങ് ചെയ്യുന്നു? 0 π. അപ്പൊ കോസ് എവിടെ ബിലോങ് ചെയ്യുന്നത്? കോസിന്റെ എക്സ് 0 π. അത് പഠിച്ചുകൂടാ. ഇനി മറക്കരുത്. അപ്പൊ നമ്മള് കോസിന്റെ പഠിച്ചു. കോസിൽ എക്സ് എവിടെ ബിലോങ് ചെയ്യുന്നത്? 0 πയിലാണ്. അപ്പൊ π/6 ഈ 0 πയിലുണ്ട് എന്ന് കാണിക്കും കൂടിയും ചെയ്താൽ എന്തായി? ഇവിടെ ആൻസർ ആയിട്ടാ. അപ്പൊ പൈ എന്താന്ന് പഠിച്ചേക്കുക. പൈ എത്രയാ? 180. ഇത് പഠിക്കാനൊന്നുമില്ല അല്ലെ. നമുക്കറിയാം 2π എന്ന് പറയുമ്പോൾ സർക്കിളിന്റെ മൊത്തം ആംഗിൾ ആണ് അല്ലെ. അപ്പൊ അതിന്റെ പകുതി പൈ എത്ര വരും? 360യുടെ പകുതി 180, 180 ആയിരിക്കും. അപ്പൊ 180 എന്ന് പഠിച്ചു അല്ലെ. അങ്ങനെയാണെങ്കിൽ π/6 എത്രയാ? 180/6. 18/6 എത്രയാന്ന് എനിക്കറിയാം, 30 അല്ലെ. 3 അല്ലേ? 18/6 എത്രയാ? 3. അപ്പൊ ആൻസർ 30 വരില്ലേ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ 30. അപ്പൊ 30 എന്ന് പറയണത് എന്തിനെ ബിറ്റ്വീനായിട്ടുണ്ട്? 0നും πയ്ക്കും ഇടയിലുണ്ടാവില്ലേ? 0 കഴിഞ്ഞ് എന്ത് വരാം? 30 വരാം, 45 വരാം, 60 വരാം. അതൊക്കെ കഴിഞ്ഞിട്ടേ ആര് വരുള്ളൂ? π വരുള്ളൂ. അപ്പൊ ഇതിന്റെ ഇടയിൽ ആരുണ്ട്? π/6 ഉണ്ട്. അപ്പൊ ആൻസർ കിട്ടിയില്ലേ? അപ്പൊ 30 ആണ് എന്ത്? π/6 എന്ന് എടുത്തു. അപ്പൊ ആ 30 എന്ന് പറയണത് എന്തിലുണ്ട്? 0നും πയ്ക്കും ഇടയിലുണ്ട്. ഈ 0യും π മാത്രല്ല ആ ഒരു ഇതിലുണ്ടാവുക. എന്തുണ്ടാവും? ഇതിന്റെ ഇടയിൽ കുറെ ആളുകളുണ്ട്. ഇപ്പൊ 30, 32, 35 ഇങ്ങനെ ഡിഗ്രീസ് കുറെ ഉണ്ട്. അപ്പൊ 30 എന്തായാലും എവിടെ ഉണ്ടാവും? 0നും 90 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും ബിറ്റ്വീൻ ആയിട്ട് ഉണ്ടാവില്ലേ? ഇതന്നെയാണ്, ഈ രീതിയിലാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ചെയ്യേണ്ടത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് -1/2. മൈനസ് വന്നു അല്ലെ. അപ്പൊ എന്താ ചെയ്യാ? മൈനസ് വന്നല്ലോ, നേരത്തെ മൈനസ് ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊരു ചോദ്യം കൂടി വരും. അപ്പൊ നമ്മൾ മൈനസ് ഉള്ള സമയത്ത് ഇങ്ങനെ കോസ് ഇൻവേഴ്സ് എന്ന് എഴുതി, കോസ് ഇൻവേഴ്സ് ഞാൻ എഴുതി തരാം. കോസ് ഇൻവേഴ്സ് എന്ന് എഴുതി കഴിഞ്ഞ് ഒരു -1/2. വെറും 1/2 ആണെങ്കിൽ നമുക്ക് ഒന്നും നോക്കാനില്ല, ചെയ്തു. ഈ കോസ് ഇൻവേഴ്സ് കഴിഞ്ഞ് ബ്രാക്കറ്റില് ഒരു മൈനസ് വരികയാണെങ്കിൽ അപ്പൊ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് എന്തുണ്ട്? നമ്മള് കളം മാറി ചവിട്ടാൻ പോണം. ഓക്കെ, അപ്പോഴാണ് ഏത് ഇക്വേഷൻസിക്ക് വരുന്നത്? ഏത് ഇക്വേഷൻ ആവശ്യം വരിക? വരച്ചിട്ടുണ്ട്. കോസ് ഇൻവേഴ്സ് ഓഫ് -x ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് മാറണം. പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് x എന്ന് എഴുതണം. ഈ മൈനസ് ഇവിടെ എടുക്കുന്നത് പ്രശ്നമാണ്. അപ്പോൾ മൈനസിനെ പുറത്തേക്ക് എടുത്തിട്ടു കോസ് ഇൻവേഴ്സ് 1/2 എന്ന് എഴുതി. ഒപ്പം ആരും കൂടി ഉണ്ട്, ഒരു പൈയും കൂടിയും ഫ്രണ്ടിൽ വരും. അപ്പൊ ഇങ്ങനെ വായിച്ചു നോക്കിയേ, പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 1/2. അപ്പൊ നമ്മൾ ആലോചിച്ചാൽ മതി. നമുക്കറിയാലോ കോസ് ഇൻവേഴ്സ് ഓഫ് x
എന്ന് പറയുമ്പോൾ ആ എക്സ് എവിടെ ബിലോങ് ചെയ്യുന്നുണ്ട്? ക്ലോസ്ഡ് ഇന്റർവെൽ 0 പൈയിലുണ്ട്. അപ്പൊ പൈ മൈനസ് ചെയ്യണം. കോസ് ഉള്ളില് കോസ് ഇൻവേഴ്സിന്റെ ഉള്ളിൽ മൈനസ് വന്നാൽ എന്ത് വേണം? പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് 1/2. ആ മൈനസ് കളയാൻ വേണ്ടിയിട്ട് അങ്ങനെ എഴുതാം എന്ന് മനസ്സിലാക്കിയിരിക്കാം. അതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. എവിടെ എഴുതി വെച്ചിട്ടുള്ളത്? നമ്മുടെ ആൻസർ ആയിട്ട് എഴുതി വെച്ചിട്ടുള്ളത് ഇതാ, കോസ് ഇൻവേഴ്സ് എന്താണ് -1/2 ആയിരുന്നു. അതിന് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ പഠിച്ച ഒരു കാര്യം വെച്ചിട്ട് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് എഴുതാം. ആ മൈനസ് മാറ്റിയ നമുക്ക് ആൻസർ കിട്ടുള്ളൂ അല്ലെ? ഇവിടെ എവിടെയെങ്കിലും മൈനസ് വന്നിട്ടുണ്ടോ? 1/2 ഇല്ല, ഇല്ലല്ലോ, ഇല്ല. അങ്ങനെ ആലോചിച്ചാലും മതി. അപ്പോ ആ മൈനസ് കളയാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് നമ്മൾ എന്ത് ചെയ്തത് ഇപ്പൊ ചെയ്തത്. അപ്പൊ അങ്ങനെ മൈനസ് പോയി. അപ്പൊ ഇനി ഇവിടെ പൈ ഉണ്ട്. ഇനി നമുക്കറിയാം കോസ് ഇൻവേഴ്സ് 1/2. ഞാൻ നേരത്തെ ചെയ്ത പോലെ കോസ് എടുത്തു, കോസിന്റെ നേരെ റോ ഒക്കെ നോക്കി, കോസിന്റെ റോ നോക്കുമ്പോ അതാ എടുക്കുന്നു 1/2 അല്ലെ? അതിന് മുമ്പ് 1/2 ഇല്ല, അതുകൊണ്ട് ഈ 1/2 എടുക്കാം. ഇനി എന്താ വേണ്ടത്? ആ കോളത്തിന്റെ ടോപ്പ് നോക്കണം. കോളത്തിന്റെ ടോപ്പില് ആരുള്ളത്? യെസ്, നമ്മുടെ π/3 ഉണ്ട്. അപ്പൊ എന്ത് മനസ്സിലാക്കാം? കോസ് ഇൻവേഴ്സ് 1/2. കോസ് ഇൻവേഴ്സ് 1/2 എത്രയാണ്? π/3. ഇനി എന്ത് ചെയ്താൽ മതി? പൈ മൈനസ് π/3 ചെയ്താൽ മതി. പൈ മൈനസ് π/3 കൂടി ചെയ്താൽ എന്ത് കിട്ടി? നമുക്ക് ആൻസർ കിട്ടി. അപ്പൊ പൈ മൈനസ് π/3 ഇവിടെ ഒരു 1 ഇട്ട് കൊടുക്കുന്നുണ്ട് ചെയ്യാൻ എളുപ്പത്തിന്. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 3π മൈനസ് π/3 എന്ന് കിട്ടും. അപ്പൊ ആൻസർ 2π/3. വാവ്, സിമ്പിൾ അല്ലെ? അപ്പൊ നമുക്ക് കിട്ടിയല്ലോ. ഇത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇനിയുള്ളതൊക്കെ നിങ്ങൾ എന്താ, ഒരു ബുക്ക് എടുക്കുക. ബുക്ക് എടുത്തിട്ട് പേന എടുക്കാൻ മറക്കരുതല്ലോ. പേന എടുക്കുക, എല്ലാം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇതാക്കി എടുക്കുന്നു, നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. അപ്പൊ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ആൻസർ ഇപ്പൊ അടുത്തത് കിട്ടും. സൈനാണല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണോ, നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ടോ ഒന്ന് ചെയ്തു നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇതാ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിൽ തന്നിട്ടുണ്ട്. അപ്പൊ എക്സ് എവിടെയാ? അപ്പൊ ആദ്യം എക്സ് കണ്ടുപിടിക്കണം. ആ ടേബിൾ വെച്ചിട്ട് അല്ലെ, നമ്മൾ ടേബിളില്ലേ വാല്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് എക്സ് എവിടെയാന്നുള്ളത്, ആ ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ട് ആ ടേബിൾ നോക്കുക, എക്സ് കണ്ടുപിടിക്കുക. എക്സ് എവിടെ ഉണ്ടാവണം, എക്സ് എവിടെ ബിലോങ് ചെയ്യണം എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. എക്സ് എവിടെ ബിലോങ് ചെയ്യണം? 0 പൈയിലല്ല, അത് കോസില്. കോസിന്റെ കേസിലാണ്. സൈന്റെ കേസില് എക്സ് ബിലോങ് ചെയ്യേണ്ടത് എവിടെയാണ്? -π/2. π/2 എന്ന് പറയുമ്പോ പൈ എത്രയാ? 180. അപ്പൊ π/2 എന്ന് പറയുമ്പോ 180/2 -90ക്കും 90ക്കും ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു ആള് എക്സ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കൂ. എല്ലാ ഉത്തരം ഞാൻ തന്നെ പറഞ്ഞു അല്ലെ? സാരില്ല, ചെയ്തു നോക്കുക. ഇനി നിങ്ങൾ ചെയ്തു നോക്കുക മാത്രമേ വേണ്ടൂ. ആൻസർ ഒക്കെ ഞാൻ ഏകദേശം പറഞ്ഞു തന്നു. ഓക്കെ, ഇതിന് നമുക്ക് ഇത് മാത്രം നോക്കിയാൽ മതി, കാരണം മൈനസ് ഒന്നും ഇല്ല. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. ചെയ്ത് നോക്കുക. നിങ്ങൾ പോസ് ചെയ്യാട്ടാ ഈ വീഡിയോ. ഞാനിപ്പോ ആൻസറിലേക്ക് പോവാണ്, നിങ്ങൾ നോക്കണ്ട. കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നോക്കാം. കിട്ടുന്നില്ലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് മാത്രം ഇത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം കാണുന്നത് കേട്ടോ. അപ്പോ നമ്മുടെ ആൻസർ ഇതാണ്. അപ്പൊ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? നമുക്കറിയാം ടേബിളിലെ നമുക്ക് എന്താണ് സൈൻ എടുത്തു. ഇനി നമുക്ക് എന്താണ് 1/2 ആണ് ബ്രാക്കറ്റിലുള്ളത്. അപ്പൊ 1/2 എടുത്തു. ഈ ടോപ്പിലെ നമ്മൾ എവിടെയാ? ആ റോ കണ്ടു, അതേപോലെ കോളം അറിയണം. കോളത്തിന്റെ ടോപ്പ് എടുത്തപ്പോ ആരാണ് അവിടെ ഉള്ളത്? വില്ലൻ. π/6. അപ്പൊ ആൻസർ π/6. പ്രത്യേകിച്ച് ഒന്നും മാറ്റം വരുന്നില്ല, മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല. നോക്കാം നമുക്ക് എന്തായാലും. π/6 എന്ന് പറയുമ്പോ 180/6. 180/6 എത്രയാ? 30 അല്ലെ? 30 ഡിഗ്രിയാണ്, 30 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പൊ ഈ 30 ഡിഗ്രി എന്തിലുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ π/6 എത്രയാണ്? 90 ആണ്. π/6 90 ആണ്. അപ്പൊ -90ക്കും 90ക്കും ഇടയിലുണ്ട്. ഇതിന് ബിറ്റ്വീനായിട്ട് ആരുണ്ട്? 30 ഉണ്ടാവും. -90 കഴിഞ്ഞിട്ട് എന്ത് വരാം? 0 വരാം.
അതിൻ്റെ ഉള്ളിൽ വേറെ എലമെന്റ്സ് ഒക്കെ ഉണ്ട്. 0 വരാം, 30 വരാം, 35 വരാം, 45 വരാം, 60 വരാം. അപ്പൊ 30 അല്ലേ നമുക്ക് നോക്കുന്നുള്ളൂ. 30 എന്തായാലും 90ക്ക് മുന്നേ ഉണ്ട്. മൈനസ് എലമെന്റ്സിന് മുന്നേ ഒരു പോസിറ്റീവ് വാല്യൂസ് ഇല്ലേ? ആ പോസിറ്റീവ് വാല്യൂസ് എല്ലാം വരില്ലേ? 0 മുതലുള്ള എല്ലാം എന്തിൽ വരും? നോൺ നെഗറ്റീവ് ആയിട്ടുള്ള എല്ലാ എലമെന്റ്സും ഇതിലുണ്ട്, ഈ ഒരു ക്ലോസ്ഡ് ഇന്റർവെല്ലുണ്ട്. അപ്പൊ 30 എന്തായാലും ഇതിലുണ്ട് എന്നുള്ളത് പറയാൻ പറ്റും. അപ്പൊ ആൻസർ എന്താണ്? 5/6. പ്രിൻസിപ്പൽ വാല്യൂ കിട്ടിയില്ലേ? നമ്മുടെ സ്കൂളത്തെ പ്രിൻസിപ്പൽ. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുന്നു. അപ്പം ഒരു കാര്യം കൂടി, സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2. സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 ആണ് ഇങ്ങനെ ചെയ്യാനുള്ളത്. ഒപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്രാക്കറ്റിൽ എന്തുണ്ട്? മൈനസ് ഉണ്ട്. അപ്പൊ മൈനസ് വരുമ്പോ എന്ത് ചെയ്യണം? സൈൻ ഇൻവേഴ്സ് ഓഫ് -x വരുമ്പോ ആ മൈനസിന് എന്ത് ചെയ്താൽ മതി? ഒന്ന് പുറത്തേക്ക് എടുത്തിട്ടാൽ മതി. ഓക്കെ, മൈനസിനെ ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട്, അപ്പൊ കോസ് ഇൻവേഴ്സ് ഓഫ് -x പറയുമ്പോ എന്താണ്? വെറുതെ മൈനസ് പുറത്തേക്ക് ഇടല്ല, ഫ്രണ്ടിൽ ആരുണ്ട്? പൈ. അപ്പൊ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ആയിരുന്നു ചെയ്തത് അല്ലെ? കോസിന്റെ കേസിലെ കോസ് ഇൻവേഴ്സ് ഓഫ് കോസിന്റെ കേസ് ഇവിടെ ഉണ്ട്, കോസ് ഇതാ. അപ്പൊ ഇത് പൈ ഉണ്ട്, സൈൻ വരുമ്പോ എന്തില്ല? പൈ ഇല്ല എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. അപ്പോ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഫൈൻഡ് ദി പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 എന്നുള്ളതായിരുന്നു. മൈനസ് വരുമ്പോ എന്ത് ചെയ്താൽ മതി? സൈന്റെ കേസില് ആ മൈനസിനെ ഒന്ന് ഫ്രണ്ടിലേക്ക് എടുത്തിട്ടാൽ മതി. അപ്പോ എന്തെന്ന് എഴുതാം? സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 എന്നുള്ളത് എങ്ങനെ വരും? മൈനസ് സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് വരും. കിട്ടിയല്ലോ? ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇനി ആൻസർ മൈനസ് സൈൻ ഇൻവേഴ്സ് 1/2. സൈൻ ഇൻവേഴ്സ് 1/2 എത്രയാ എന്നുള്ളത് മാത്രം നോക്കുക. 5/6 അല്ലെ? അപ്പൊ നമുക്കറിയാം മൈനസ് സൈൻ ഇൻവേഴ്സ് 1/2 എന്നാണ് നമ്മളിപ്പോ എഴുതിയത്. അപ്പൊ എന്ത് വരും? മൈനസ് സൈൻ ഇൻവേഴ്സ് 1/2 എത്രയാ? 5/6. നമ്മൾ തൊട്ട് മുമ്പ് നോക്കിയതാണ് സൈൻ ഇൻവേഴ്സ് 1/2 എന്താണെന്നുള്ളത്. അപ്പൊ 5/6 മൈനസ് വന്ന കാരണം മൈനസ് 5/6. ഫൈൻഡ് ദി പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് -1. ടാൻ ഇൻവേഴ്സ് ഓഫ് -1. അപ്പൊ സൈൻ വന്നു, സൈന്റെ കേസ് നമ്മൾ പഠിച്ചു, കോസിന്റെ കേസ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ എന്തുകൂടി പഠിക്കാൻ പോവാണ്? ടാനിന്റെ കേസിലെ ടാനിന്റെ കേസും കൂടി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? പഠിക്കുകയാണ്. അതിനു മുമ്പ് ചെറിയൊരു കാര്യം കൂടി, ചെറിയൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ ആണ്, നോക്കുക. ചെറിയൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. എന്താണ്? സൈൻ. അപ്പൊ ഏതൊക്കെയാ? സൈൻ മാത്രമല്ല, ഇപ്പൊ നമ്മള് സൈന്റെ ബ്രാക്കറ്റിൽ വരുമ്പോ മൈനസ്, സൈന്റെ ബ്രാക്കറ്റിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ സൈൻ ഇൻവേഴ്സ് ഓഫ് -x വന്നാൽ എന്ത് ചെയ്താൽ മതി? ആ മൈനസിന് ഫ്രണ്ടിൽ എടുത്തിടുക, സൈൻ ഇൻവേഴ്സ് x എന്ന് എഴുതാൻ പറ്റും. ഇങ്ങനെ എഴുതിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ? ഈ സൈന്റെ കേസ് മാത്രമല്ല ഇങ്ങനെ എഴുതാൻ പറ്റുന്നത്, ഏതും കൂടി ഉണ്ട്. സൈൻ ഇൻവോൾവ് ആവുന്ന ഏതൊക്കെ ഉണ്ട്? ടാൻ ഇൻവേഴ്സ് ഓഫ് -x എന്ന് പറയുമ്പോഴും എന്ത് ചെയ്താൽ മതി? ആ മൈനസിന് ഫ്രണ്ടിൽ എഴുതുക. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൈനസ് ടാൻ ഇൻവേഴ്സ് x എന്ന് എഴുതാൻ പറ്റും. ടാനിൽ മാത്രമാണോ അങ്ങനെ പറ്റുന്നത്? അല്ല, ഏതിലും എഴുതാം. കോസീക്കിന്റെ കേസിലും ഇങ്ങനെ തന്നെയാണ്. അപ്പൊ ഇത് പഠിച്ചിരിക്കുക, വളരെ ഈസി അല്ലേ? അപ്പോ സൈന്റെ കേസില്, ടാനിന്റെ കേസില്, അതുപോലെ കൊസീക്കിന്റെ കേസില് -x വരുമ്പോ ഇവരിൽ മാത്രമാണ് മൈനസ് ഫ്രണ്ടിലേക്ക് വരുന്നത്. ബാക്കിയുള്ളതിലൊക്കെ ആരും കൂടിയും ഫ്രണ്ടിൽ വരും, പൈയും കൂടിയും വരും. പൈ മൈനസ്. ഓക്കെ, സെറ്റ്. ഇത്രയും നമുക്ക് കോഡുള്ളൂ, ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. പഠിച്ചു, സിമ്പിൾ അല്ലേ? പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ഇതിലെ ഒന്ന് കൂട്ടിച്ചേർക്കുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞില്ല എന്ന് വരും.
പ്രിൻസിപ്പൽ വാല്യൂസിലെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഭാഗമല്ല. അപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇത് ഒരു മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. അപ്പൊ പ്രിൻസിപ്പൽ വാല്യൂസ് എന്താണെന്നുള്ളത് നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. അതിനു മുമ്പ് ഒരു ചെറിയൊരു ഭാഗം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് വിട്ടുപോകണ്ട എന്നുള്ള രീതിയിലാണ്. അപ്പൊ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എന്താണ്? π/2. അപ്പൊ സൈൻ കോസും ഇൻവേഴ്സ് ആയിട്ട് ഇങ്ങനെ എഴുതി വന്ന π/2 എന്ന് എഴുതിക്കുക. മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിൽ ഫിൽ ദ ബ്ലാങ്ക് അങ്ങനെയൊക്കെ വരുമ്പോൾ എഴുതാൻ സുഖമായിട്ട് നമുക്ക് π/2 പറഞ്ഞിട്ട് എഴുതി വെച്ചാൽ മതി. അപ്പൊ കോസീക്ക് ഇൻവേഴ്സ് സീക്ക് ഇൻവേഴ്സ്. അപ്പൊ കോസീക്ക് അങ്ങനെ ഉണ്ടോ? സീക്ക് വരുമ്പോ π/2. ഇനി ടാനിക്കൊട്ട് അല്ലെ? താനിക്കൊട്ടും തന്നെയാണ്. ടാനും കോട്ടും വരുമ്പോ എന്താണ്? താൻകൊട്ടോ എന്നുള്ളത് ആലോചിച്ചാൽ മതി. കോഡ് π/2 ആണ് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കാം. അപ്പൊ നമ്മള് ചോദ്യത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ടാൻ ഇൻവേഴ്സ് ഓഫ് -1. ടാൻ ഇൻവേഴ്സ് ഓഫ് -1. ടാൻ ആലോചിച്ച് വയ്ക്കുക. സൈന് ഏതൊക്കെയായിരുന്നു? മൈനസ് ഫ്രണ്ടിക്ക് വരിക. പിന്നെ സൈന് ടാന്. സൈൻ ടാൻ എന്നൊക്കെ എങ്ങനെ വന്നേ? സൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൈൻ തന്നെ അല്ലെ? ഇനി നമുക്കൊന്നും എഴുതാനില്ല, സൈൻ അങ്ങനെ തന്നെ കൊടുക്കാം. നമുക്ക് സൈൻ എക്സ്. ടാൻ എന്ന് പറയുമ്പോൾ ടാൻ എക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? നമുക്ക് മൈനസ് അല്ല, വെറും സൈൻ എക്സ് ബൈ കോസ് എക്സ്. അപ്പൊ സൈൻ എന്താ ബ്രാക്കറ്റില് എന്തുണ്ട്? മൈനസ് വന്ന കാരണം അപ്പൊ സൈൻ വേർന്നിട്ട് വന്നല്ലേ, അപ്പൊ മൈനസ് വന്നു എന്ന് ആലോചിച്ചിരിക്കാം. സൈൻ ബൈ കോസ് എന്താണ്? ടാൻ എക്സ് ആണെന്ന് എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. അപ്പോൾ സൈൻ മൈനസ് ആയതുകൊണ്ട് ടാനും മൈനസ് തന്നെ ആയിരിക്കും. അതുപോലെ കൊസീക്ക് എക്സ് അവിടെ എന്താണ്? മൈനസ് ആ പറഞ്ഞു അല്ലെ? കാരണം എന്താ? 1/sin ആണ് എന്ത്? കൊസീക്ക് എക്സ്. അപ്പൊ സൈൻ മൈനസ് ആണ്, അപ്പൊ കൊസീക്കും എന്ത് തന്നെയാവാനാ ചാൻസ്? മൈനസ് ആണ്. അപ്പൊ സൈൻ ടേംസ് വരുന്ന ഈ മൂന്നെണ്ണം എന്ത് തന്നെയാണ്? മൈനസ് ആണ് എന്ന് മനസ്സിൽ വെക്കാം. അപ്പോ ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ്. അപ്പൊ സൈൻ ഉണ്ട്, സൈൻ മൈനസ് ആണ്, അപ്പോ ടാൻ മൈനസ് ആണ്. അങ്ങനെ കോഡാണ് പറഞ്ഞത് കേട്ടോ, കണക്ട് ചെയ്ത് നോക്കാൻ. അല്ലാതെ കാണാപ്പുറം പഠിച്ച് കിട്ടില്ല. അപ്പൊ കൊസീക്ക് എക്സ് എന്ന് പറയുമ്പോൾ 1/sin x. സൈനില് മൈനസ് ഉണ്ട്, അപ്പൊ കൊസീക്കിലും എന്തുണ്ട്? മൈനസ് ഉണ്ട്. അപ്പൊ ടാൻ ഇൻവേഴ്സ് ഓഫ് -1 ഇസ് ഈക്വൽ ടു എന്താണ്? ടാൻ ഇൻവേഴ്സ് ഓഫ് -1 തന്നെയാണോ വരുന്നത്? അല്ല, മൈനസ് വരും അല്ലെ? അപ്പൊ ബ്രാക്കറ്റിൽ മൈനസ് വന്നത് കൊണ്ട് എന്ത് ചെയ്യണം? ആ മൈനസ് ഫ്രണ്ടിലേക്ക് ഇടണം. അപ്പൊ സൈന് കൊസീക്ക് ടാന് എന്നൊക്കെ പറയണതില് എന്തുണ്ട്? മൈനസ് ബ്രാക്കറ്റിൽ വന്നാൽ മൈനസ് ഒരു ഫ്രണ്ടിലേക്ക് എടുത്തിടണം. നമ്മളിപ്പോ തൊട്ട് മുമ്പ് പഠിച്ചു. അപ്പൊ ടാനിന്റെയും മൈനസ് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ എടുത്തിട്ടാൽ ആൻസർ ആയോ? ഇല്ല. നമുക്ക് ടാൻ ഇൻവേഴ്സ് 1 അറിയണം. ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറയുമ്പോൾ π/4. ടേബിളിൽ നോക്കൂ, ടാനിന്റെ ഇനി 1 എവിടെയാ? ടാനിന്റെ എവിടെ? അതാ 1. ഇനി എന്ത് ചെയ്യണം? നമ്മുടെ റോ നോക്കിയ പോലെ, റോയുടെ സ്റ്റാർട്ടിങ് നോക്കിയ പോലെ കോളത്തിന്റെ ടോപ്പാണ് നോക്കേണ്ടത്. ടോപ്പിൽ ആരുണ്ട്? π/4. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. കഴിഞ്ഞ പ്രസവനില് അറിഞ്ഞില്ലെങ്കിൽ അറിയാത്തവരുണ്ടാവാം. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അറിയുന്നവർക്ക് സുഖസുന്ദരമായിട്ട് പെട്ടെന്ന് പോവാം അല്ലെ? സ്ക്രോൾ ചെയ്ത് പോവാന്നല്ല, സ്കിപ്പ് ചെയ്ത് പോകാനല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങൾക്കൊരു ബോണസ് ആണത്. അറിയാത്തവർക്ക് ഇത് മനസ്സിലാക്കി എടുത്താൽ അവർക്കും ബോണസ് കിട്ടും. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അപ്പോ എന്താ ഇപ്പൊ മനസ്സിലായത്? ഇത് ഈസി ആണോ? ഈസി അല്ലേ? അപ്പൊ ഇതിൽ മാർക്ക് പോവില്ലല്ലോ, ഇത് എന്തുകൊണ്ട് മുമ്പ് പഠിച്ചില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അല്ലെ? സാരില്ല. അപ്പൊ ഇപ്പൊ നോക്കൂ, എന്തായാലും ഇപ്പൊ കിട്ടിയല്ലോ. -π/4 എന്ന് പറയുന്നത് -π/2നും π/2നും ബിറ്റ്വീൻ ആയിട്ടുണ്ടാവും. കാരണം π/2നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 90ക്ക് മുന്നായിട്ട് 0 വരെയുള്ള ആ പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ട് അല്ലെ? അപ്പോ എന്തായാലും 90ക്ക് മുന്നായിട്ട് ആരുണ്ടാവും? -π/4 ഉണ്ടാവും. 0 വരെയുള്ളത് മാത്രമല്ല, 0 കഴിഞ്ഞ് ആരും കൂടി ഉണ്ട്? -90 വരെയുള്ള ആളുകളുണ്ട്. അപ്പോ -90 എന്ന് പറയുമ്പോൾ -45 കഴിഞ്ഞിട്ടല്ലേ -90 വരുള്ളൂ. ഇങ്ങനെ 45 കിട്ടിയത് 180/4
180/4 എത്രയാ 45 ആയതുകൊണ്ട് അത് കഴിഞ്ഞിട്ടേ ആരുള്ളൂ 5/2 ഉള്ളൂ 90 ഉള്ളൂ. അപ്പൊ ഈ ഒരാൾ ഇവിടെ ഇല്ലേ? ഉണ്ട്. ഞാൻ ഇതിലേക്ക് ഇനി പോകുന്നില്ല, അടുത്തൊരു ക്വസ്റ്റ്യനിക്ക് പോവാണ്. കോട്ട് ഇൻവേഴ്സ് ഓഫ് -√3. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞേ? സൈനെ, ടാനെ, പിന്നെ കൊസീക്ക്, ഇതൊക്കെ മൈനസ്. അപ്പൊ കൊസീക്ക് ഇവരൊക്കെ ഇൻവേഴ്സ്, അതിനുള്ളിൽ മൈനസും വന്നാൽ മൈനസിനെ ഫ്രണ്ടിലേക്ക് എടുത്തിട്ടാ മതി. അപ്പൊ കോട്ട് ആണ് വന്നിരിക്കുന്നത്, ശ്രദ്ധിക്കുക. അപ്പൊ കോട്ട് ആണെങ്കിൽ ആരും കൂടിയും ഫ്രണ്ടിൽ വരും. വെറും മൈനസ് മാത്രമാണോ? അല്ല, ആരും കൂടി ഉണ്ടാവും. യെസ്, കിട്ടി കിട്ടി കിട്ടി, നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾ പറഞ്ഞ തന്നെ മനസ്സിലായി അല്ലെ? അപ്പൊ ഇത്രയേ ഉള്ളൂ, ഇതാണ് ഇതിൽ പഠിക്കാനേ ഉള്ളൂ. പിന്നെ എന്താ പഠിക്കാനുള്ളത്? ഈ ആളെ മാത്രം. സൈൻ നമ്മൾ പഠിച്ചു. ടാനും എന്ത് തന്നെയാണ്? എക്സ്. ടാനിന്റെ എക്സും എവിടെ തന്നെ ബിലോങ് ചെയ്യണം? ടാനും സൈനും സെയിം ആണ് പഠിച്ചിരിക്കുക. ടാനും സൈന്റെയും എക്സ് ബിലോങ് ചെയ്യുന്നത് സെയിം ആയിട്ടാണ്, സെയിം ഇന്റർവെല്ലാണ്. അല്ലാതെ സൈനും ടാനും സെയിം ആണെന്നല്ല. സൈന്റെയും ടാന്റെയും എക്സ് എവിടെ ബിലോങ് ചെയ്യുന്നത്? അത് സെയിം ഇന്റർവെല്ലാണ്. എവിടെയാണ്? -π/2 π/2ലാണ്. അപ്പൊ സൈനും ടാനും നമ്മൾ പഠിച്ചു. കോസ് നമ്മൾ പഠിച്ചു. കോസ് ഓർക്കുക, ക്ലോസ്ഡ് ഇന്റർവെൽ. കോസ് എവിടെയായിരുന്നു? ക്ലോസ് അല്ല, കോസ് എവിടെയായിരുന്നു? യെസ്, ക്ലോസ്ഡ് ഇന്റർവെൽ 0π അപ്പൊ ഇത്ര കാര്യം നമ്മൾ 3 പഠിച്ചു. ആ 3 അങ്ങനെ പഠിക്കുമ്പോ കൂട്ടി അപ്ഡേറ്റ് ചെയ്ത് പോയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് വരും? പഠിക്കാനുള്ള ഉഷാറ് പോവും. അപ്പൊ എന്ത് ചെയ്യാ? അങ്ങനെ കാണാപ്പാടൊന്ന് പഠിക്കാതെ നമ്മൾ പഠിക്കുമ്പോ ഓരോ കാര്യം, പുതിയ കാര്യങ്ങൾ പഠിച്ച് പോവുക. അത് മതി, അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ കോഡ് ഇൻവേഴ്സ് -√3 എന്താണ് എന്നുള്ളത് ചെയ്തു നോക്കിയേ. കിട്ടിയോ? ആ ടേബിൾ ഓർക്കണം, ടേബിൾ ഇതാ. പക്ഷെ ഇതിന്റെ ആൻസറും ഉണ്ടല്ലോ ഇതിലേക്ക്. ഞാൻ വേറെ ടേബിൾ തരാം. ഇതിലൊരു ടെസ്റ്റും കൂടി ഉണ്ട്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. എന്താണ് കാര്യം? പറഞ്ഞുതരാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കൂ എന്തായാലും. അപ്പോൾ ഒരു ടെസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. നിങ്ങൾ പലരും പല രീതിയിൽ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ടാവും ഈ ഒരു ഭാഗം ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള വേറൊരു രീതി പറഞ്ഞുതരാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. ഇതാ ഇക്വേഷൻ. എന്താ ഇക്വേഷൻ ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. കൊസീക്ക് എന്ന് പറയുമ്പോ എന്താണ്? 1/sin x ആണ് അല്ലെ? അതേപോലെ തന്നെ വരുന്ന ഒന്ന് തന്നെയാണ് എന്ത്? കോട്ട് എക്സ് എന്ന് പറയുമ്പോ 1/tan x. ഇതിന്റെ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. sin x, cos x, tan x ഉണ്ട്. പിന്നെ sec x, cosec x, cot x. എസും എസും ഒരിക്കലും ചേരില്ല. എന്ത് ചെയ്യില്ല? ഒരിക്കലും ചേരില്ല. അപ്പോ സീക്ക് കഴിഞ്ഞിട്ട് എന്താ വന്നത്? കൊസീക്ക് ആയിരുന്നു. അവര് വരുന്നവരിനൊക്കെ ഒരുമിച്ച് എഴുതിയ കാരണം സീക്ക് കഴിഞ്ഞിട്ട് വന്നത് കൊസീക്കാണ്. അപ്പൊ തീരുമാനിച്ചു sin x cosec x-നെ എന്ത് ചെയ്യാം? വിഭാഗം കഴിക്കാന്ന്. അപ്പൊ എന്താ വന്നേ? നമ്മളൊരു ഇക്വേഷൻ പഠിച്ചില്ലേ? ഇക്വേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് നമ്മള് മാട്രിമോണി ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഈ ഒരു ഇക്വേഷൻ എങ്ങനെ കിട്ടി, എങ്ങനെ പഠിക്കാം എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ cosec x എന്ന് പറയുന്ന ആളെ എന്ത് ചെയ്തു? sin x-ന് ഇഷ്ടമായി, അങ്ങോട്ട് വിവാഹം കഴിച്ചു. അപ്പൊ sin x എന്ന് പറയണത് എന്താണ്? cosec x-നായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് എന്ന് മനസ്സിലായി. എന്ത് കണക്ഷനാ? cosec x is equal to 1/sin x. cosec x is equal to 1/sin x. കിട്ടിയോ? ഓക്കെ. ഇതേപോലെ തന്നെ അവർ പറയാണ് cosec x എന്ന് പറയുന്നതിനെ, കോസിനെ ഇനി സി വേണ്ട. കോസിനെ എന്തില്ല? ഇഷ്ടമില്ല. സിക്കാരനൊന്നും ഇഷ്ടമില്ല. അപ്പൊ ഇനി എവിടേക്കേ പോകാൻ പറ്റുള്ളൂ? എസ് വേണ്ടാന്ന് പറഞ്ഞിട്ട് സൈൻ ഇരുന്നു വന്നു. അപ്പൊ എസിനെ ഇഷ്ടപ്പെട്ടു. എന്നാ ഓക്കെ, ഞാൻ അതിനെ കെട്ടാം.
തീരുമാനിച്ചു. അപ്പൊ എന്ത് കിട്ടി? യെസ്, sec x എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുന്ന എഴുതാം? 1/cos x. sec x is equal to 1/cos x. കിട്ടിയില്ലേ? യെസ്. അപ്പൊ കണക്ഷൻ കിട്ടിയല്ലോ. സൈൻ എന്ന് പറയുമ്പോ കൊസീക് ആയിട്ട്, കോസ് എന്ന് പറയുമ്പോ സിക് ആയിട്ട്. ഇനി ആരേ ഉള്ളൂ? ടാനും കോട്ടും മാത്രമേ ഉള്ളൂ. അവരിവരും കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി. എങ്ങനെ പറഞ്ഞാൽ മതി? യെസ്, cot x ഈക്വൽ ടു എന്താണ്? 1/tan x. 1/tan x. കിട്ടിയില്ലേ? യെസ്, കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ കോട്ട് ഇൻവേഴ്സ് ഓഫ് -√3 is equal to എന്തെന്ന് എഴുതുക? സൈനും കൊസീക്കും ടാനൊന്നും അല്ല, സൈനും ആ ഒരു ടൂൾ എടുത്ത എന്താണ്? സൈനും ടാനും കൊസീക്കും അല്ല, സൈനും ടാനും കൊസീക്കും അല്ല, സൈനും ടാനും കൊസീക്കും ഇൻവേഴ്സ് ഒക്കെ ബ്രാക്കറ്റിൽ -x വന്നാൽ ആ മൈനസിനെടുത്ത് പുറത്തേക്ക് ഇട്ടാൽ മതി. പക്ഷെ ഇവരൊന്നും അല്ല. അപ്പൊ എന്താണ്? പൈയും കൂടി ഫ്രണ്ടിൽ വരും. വെറും മൈനസ് മാത്രമല്ല, എന്തുണ്ട്? പൈയും കൂടി ഉണ്ട്. അപ്പൊ പൈ മൈനസ് എങ്ങനെ എഴുതണം? പൈ മൈനസ് കൂട്ട് ഇൻവേഴ്സ് √3. മൈനസ് പോയില്ലോ. അപ്പോ കൂട്ട് ഇൻവേഴ്സ് √3. ഇനി ഒരു ടെസ്റ്റും കൂടി, ഞാൻ ഒരു ട്രിക്കും കൂടി പറഞ്ഞുതരാം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കോട്ട് എന്ന് പറയുമ്പോ ടാനിന്റെ റെസിപ്രോക്കൽ ആണ്. എന്ത്? പറഞ്ഞുതരാം. റെസിപ്രോക്കൽ ആണെന്ന് പഠിച്ചിരിക്കുക. ടാനിന്റെ എന്താണ്? റെസിപ്രോക്കൽ ആണ്. തലതിരിഞ്ഞ ടാനാണ്. അപ്പോ ഇപ്പൊ നമുക്ക് വേണ്ടത് എന്താ? √3. അപ്പൊ ഇവിടെ ടാന് നോക്കുക. ടാനുകളുടെ എലമെന്റ്സിനൊക്കെ എന്ത്? തിരിച്ചിടുക. അപ്പൊ 0 ആണെന്നുണ്ടെങ്കിൽ എന്താ അർത്ഥം? 0/1 എന്നാണ്. നമുക്ക് തിരിച്ചിട്ട 1/0. അപ്പൊ അതാവില്ല. നമുക്ക് എന്ത് വേണം? √3 ഉള്ള ആള് വേണം. ഇവിടെ √3 ഉള്ള ആളുണ്ടോ? യെസ്. അടുത്തൊരു ടേം ഇതാ കൊടുക്കണു. √3 ഉള്ളത് എന്തായിരുന്നു? 1/√3. അപ്പൊ 1/√3നെ റെസിപ്രോക്കൽ എടുത്ത് നോക്കണം. അപ്പൊ എന്ത് വരും? √3/1. √3/1 നമുക്കതല്ലേ വേണ്ടത്. ഞാൻ എന്താ പറഞ്ഞേ? 1/tan x എന്ന് പറഞ്ഞാൽ കോട്ട് x കിട്ടണം. കോട്ട് xന്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? എന്ന് തിരിച്ചിട്ടാൽ മതി. 1/√3 ആണെങ്കിൽ √3 ഇതാ. ഓക്കെ, കിട്ടിയ 1/√3 ആയിരുന്നു കിട്ടിയത് എന്നുണ്ടെങ്കിൽ തിരിച്ചിട്ട് നോക്കിയേ എന്താ വരിക? √3/1. √3/1. അപ്പൊ ആൻസർ ഇപ്പൊ തന്നെയല്ലേ ഉണ്ട്. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇക്വേഷൻ അങ്ങനെയാണ്. സൈൻ ഇക്വേഷനും കൊസീക്കിന്റെ ഇക്വേഷനും ഒക്കെ നമ്മൾ പഠിച്ചതാ. കൊസീക്കിന്റെ കേസ് വരുമ്പോ കൊസീക്ക് എന്ന് പറയണത് ആരായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്? ഞാൻ അതും കൂടെ ഒന്ന് പറഞ്ഞു പോണ്ട്. കൊസീക്ക് എന്ന് പറയണത് എന്താ? യെസ്, 1/sin ആയിട്ട് കണക്ട് ചെയ്തു അല്ലെ? മാരേജ് സാധനം അതന്നെ. അപ്പൊ സൈൻ എന്ന് പറയുമ്പോ ഇതാ എടുക്കണു. അപ്പൊ അതിന്റെ ഇപ്പൊ 1/2 ആണെന്നുണ്ടെങ്കിൽ കൊസീക്കിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാ? തിരിച്ചിട്ടു 2/1. അങ്ങനെ. അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് അറിയുന്ന കാര്യം ആയതുകൊണ്ട് തന്നെ ഇനി ടേബിൾ മാത്രം പഠിച്ചാൽ മതി. വേറൊരു കോട്ടിന്റെ ഒരു ഇക്വേഷൻ ഒക്കെ വെച്ചിട്ട് കോട്ടിന്റെ വാല്യൂസ് പഠിക്കണോ? ഇനി വേണ്ട. ടാനുകളെ തിരിച്ചിട്ടു കോട്ട് കിട്ടി. കോസുകളെ തിരിച്ചിട്ടു എന്ത് കിട്ടും? കോസുകളെ തിരിച്ചിട്ട് എന്താ കിട്ടാ? സീക്ക് കിട്ടും. സീക്കിന്റെ വാല്യൂസ് കിട്ടും. ഇനി സൈനുകളെ തിരിച്ചിട്ടാൽ സൈനും കൊസീക്കുമായിട്ടല്ലേ കണക്ഷൻ? ആ കൊസീക്കിന്റെ വാല്യൂസ് കിട്ടും. സിമ്പിളേ. അപ്പൊ അത്രേ ഉള്ളൂ. കിട്ടി. അപ്പൊ ഞാൻ ഇനി എവിടേക്ക് പോകേണ്ടത്? നമ്മളിപ്പോ എവിടേക്ക് എത്തി? യെസ്, ഇതാ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ? പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് √3. നമ്മൾ പഠിച്ചു ടാനുകളെ തിരിച്ചിട്ടാ മതി. ടാനെ തിരിച്ചിട്ടപ്പോ 1/√3 തിരിച്ചിട്ടു √3. അപ്പൊ കോട്ടായി. ടാൻ എന്തായി? കോട്ടായി. അപ്പൊ എവിടെയാ? π/6 തന്നെയാണ് കോട്ടായത്. ഓക്കെ, π/6 എന്ന് മാറിയ ഇല്ല, ആംഗിൾസ് മാറണില്ലല്ലോ. അപ്പൊ π/6. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി? π മൈനസ് π/6. കാരണം കോസ് ഇൻവേഴ്സ് √3 ആണ് എന്ത്? π/6. അപ്പൊ ആൻസർക്ക് പോവാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ ഒരാളെ 1 കൂടി വേണമല്ലോ. ക്രോസ് ചെയ്യാം. അപ്പൊ 6 × π 6π മൈനസ് 1 × π
1/5 ബൈ, ഇനി എന്തും കൂടി ചെയ്യാനുണ്ട്, അടിയിലുള്ള ആളും കൂടി ചെയ്യാനുണ്ട്, 6. അപ്പോൾ 6 1 മൈനസ് ചെയ്താൽ 5. അപ്പോൾ 5/5. എവിടുന്ന ഈ 5 അടിയിൽ വന്നേ? അങ്ങനെയല്ലോ, 1 into 6. 1 into 6 എത്രയാടാ? 1 into 6, 1നെ ഏത് ടേം ചെയ്താലും തന്നെ വരും 6. അപ്പോൾ ഇത് 5/6. 5/6. ഇവിടെ എഴുതി വെച്ചത് കറക്റ്റാ, അവിടെ എഴുതിയപ്പോൾ തെറ്റിയതാ. 5/6 എന്ന് പറയുമ്പോൾ അത് ഇവിടെ ബിലോങ് ചെയ്യുന്നുണ്ട് നോക്കുക. കോട്ടിന്റെ കേസിൽ വരുമ്പോ 0/. അങ്ങനെ ഒരേ ആളുകൾ വരുമ്പോ സൈനും ടാനും സെയിം ആയിട്ടുള്ള ആളുകളായിട്ടാണ്. അപ്പൊ സെയിം ആയിട്ടുള്ള ആളുകളെ ഒന്ന് നോക്കുക, നിങ്ങൾ നോക്കി വെക്കുക. അപ്പൊ നമ്മുടെ ഈ ഒരു പ്രിൻസിപ്പൽ വാല്യൂസ് എന്ന് പറയുന്ന ഒരു ഭാഗം ഇതിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നോക്കി നോക്കുക. ഓക്കെ, വളരെ ഈസി ആയിട്ട് ചെയ്തു നോക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് 5/6 എന്ന് പറയുന്നത് ഇതിലുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ 5 into 5/6 ചെയ്താൽ മതി. ആൻസർ എന്താ? 30. അപ്പൊ അത് ബിലോങ് ചെയ്യോ? എന്താ അഭിപ്രായം? ചോദ്യം കിട്ടിയില്ല. 5/6 എന്ന് പറഞ്ഞാൽ എത്രയാ? 5/6 എന്ന് പറയുമ്പോൾ 150 ആണ്. ഇത് ഈ 0നും പൈക്കും ബിറ്റ്വീൻ ആയിട്ടുണ്ടോ? പൈ എത്ര വരുന്നുള്ളൂ? 90 വരെ ഉള്ളൂ ആ ബ്രാക്കറ്റില്, അല്ലെ, ആ ഇന്റർവെല്ലില്. അപ്പൊ അതുണ്ടോ? ബിലോങ് ചെയ്യില്ല. ചെയ്യില്ല. ചെയ്താലോ? ചെയ്യില്ല, അല്ലെ. അപ്പൊ ഇവിടെ ഈ ഒരു ആൻസറിൽ തെറ്റുന്നുണ്ട്. അപ്പൊ ഇതിവിടെ അവസാനിപ്പിക്കലല്ല, നിങ്ങളൊന്ന് നോക്കിയതാണ്. നിങ്ങളത് ആൻസർ ചെയ്ത് പോവോ, ഇതിങ്ങനെ തന്നെ പോവോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് ഇനിയും കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ഇത് 6 ആണ്, അതിനെങ്ങനെ കണ്ടിന്യൂ ചെയ്യും? ഓക്കെ, ഡിനോമിനേറ്ററിലെ വലിയ ടേമാണ്, അല്ലെ, ഡിനോമിനേറ്ററിലെ ന്യൂമറേറ്ററിലേക്കാൾ ഒരു വലിയ ടേമാണ് വന്നിട്ടുള്ളത്. ആണോ? അതേതാ വലിയ ടേം? 6. അപ്പൊ സിമ്പിളായിട്ട് 6π. എന്ത് മൈനസ് ചെയ്യുമ്പോഴാ 5 കിട്ടുക? 6ൽ നിന്ന് ഏത് നമ്പർ മൈനസ് ചെയ്യുമ്പോഴാ 5 കിട്ടുക? അല്ലെങ്കിൽ എന്താ ആലോചിച്ച് വെക്കുക? പൈ മൈനസ് ചെയ്താൽ മതി എന്ന് ആലോചിച്ച് വെക്കുക. അടിയിൽ ആരെന്നെ ഉണ്ട്? 6. അപ്പൊ ആൻസർ 6π minus 5/6 എന്ന് വെച്ച് കഴിഞ്ഞാൽ 6π/6 മൈനസ് 5/6. 6ഉം 6ഉം ക്യാൻസൽ ചെയ്ത് പൈ മൈനസ് 5/6 എന്ന് കിട്ടും. ഓക്കെ, ഇതുവരെ ഓക്കെ ആണോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യം ഡിനോമിനേറ്ററിലെ ഉള്ള ടേം വലിയ ആളാണോ നോക്കുക. വലിയ ആളാ, അല്ലെ. അപ്പൊ ന്യൂമറേറ്ററിലുള്ളത് 5 ആണ്. അപ്പൊ 5 വരണം. അപ്പോൾ ഡിനോമിനേറ്ററിലുള്ള ആള് ഒരു പൈ ആയിട്ടാണ് മൈനസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. പൈ ആയിട്ടാണ് മൈനസ് ചെയ്യേണ്ടി വരിക പൊതുവെ. അപ്പോൾ 6π മൈനസ് 6 മൈനസ് പൈ എന്താണ്? 5π ആണ്. അപ്പൊ ആ ഒരു അറേഞ്ച് ചെയ്തിട്ട് 6ഉം 6ഉം ക്യാൻസൽ ചെയ്തു. അപ്പൊ പൈ മൈനസ് 5/6 എന്ന് വരും. ഇനിയാണ് ടെസ്റ്റ് വരുന്നത്. കോട്ട് ഇൻവേഴ്സ് ഓഫ് -√3 എന്ന് പറയുന്നതാണ് ഇപ്പൊ എന്ത് കിട്ടിയത്? ഒന്നും കിട്ടാതായത്, അല്ലെ. ഓക്കെ, അപ്പൊ സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ പൈ മൈനസ് 5/6 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ പൊതുവെ എന്ത് തന്നെ വരുള്ളൂ, ഈ പൈ അങ്ങ് മാറിപ്പോകും. ഓക്കെ, സിമ്പിളാണ്, എക്സാമിന് ഉള്ള രീതിയിലാണ്. അപ്പൊ ഇതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. 5/6 മാത്രം കിട്ടും. അപ്പൊ ആൻസർ 5/6 എന്ന് പറയുന്നത് എന്തിൽ വരും? ഇതിൽ ബിലോങ് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഇതുമായിട്ടുള്ള ഒരു വീഡിയോ വീണ്ടും ചെയ്യും, നോക്കാം നമുക്ക്. ആ സമയത്ത് വീണ്ടും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് നോക്കി പോകണം. അപ്പൊ ഈ ഒരു ഭാഗം ഇത്രയേ ഉള്ളൂ.
ഇതിന്റെ ആൻസർ 5/6 ആണ്. 5 5/6 അല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കാം. അപ്പൊ ഇനി അടുത്തത് നോക്കുമ്പോൾ കോസീക് ഇൻവേഴ്സ് 2 വെറും 2 ആണ് എന്നുള്ളത് മനസ്സിലാക്കിക്കുക. ഇത് നിങ്ങളുടെ ഹോംവർക്ക് ആണ്. ഇതിന്റെ ലാസ്റ്റ് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ കോട്ടെക്സ് സീക്കെക്സ് കൊസിക്കെക്സ് സീക്കെക്സ് അതൊക്കെ നമ്മൾ പഠിച്ചതാ റിലേഷൻ വെച്ചിട്ടല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, അടുത്തതിലേക്ക് പോവാണ്. അടുത്തതിൽ ഇത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒന്നും അല്ല, അതിനും കൂടുതൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എക്സാമ്പിൾ 6 ആണ്. നോക്കാം. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 4π/5 ആണ് ചോദ്യത്തിൽ തന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 5π - π/6 എന്ന് എഴുതാം. എങ്ങനെയാ അത് വന്നത്? അത് ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4π/5 എന്ന് പറയുമ്പോൾ ന്യൂമറേറ്ററിലെ ഡിനോമിനേറ്ററിൽ നോക്കുക. ന്യൂമറേറ്ററിലുള്ള ടേമിനേക്കാൾ വലിയ ടേം ആണോ ഡിനോമിനേറ്ററിലുള്ളത്? ആണ് 5. അപ്പൊ 5 ഞങ്ങൾ എടുക്കുക. 5 ആരുമായിട്ട് മൈനസ് ചെയ്യണം? പൈനായിട്ട്. അങ്ങനെ തന്നെയാണ് പൊതുവെ വരാറ്. നോക്കി നോക്കൂ. ഓക്കെ, അപ്പൊ പൈ ഉണ്ടാവും എന്നുള്ളത് മാത്രം മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇങ്ങനെ വരാറുണ്ട്, പൊതുവെ ഇങ്ങനെ തന്നെയാണ് കൂടുതലും കാണാറ്. അപ്പൊ ഇങ്ങനെ ഒരു ഡിഫറൻസ് ഒരു -1 വെറും 1 മാത്രമാണ്. ഡിഫറൻറ്റ് മൈനസ് ചെയ്യുന്ന സമയത്ത് ഡിഫറൻസ് വെറും 1 ആണെന്നുണ്ടെങ്കിൽ സുഖസുന്ദരമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആൻസർ 5. അപ്പൊ ഈ 5ഉം 5ഉം ഒരുമിച്ച് വന്നത് എങ്ങനെ ഒരുപോലെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 നമുക്ക് എന്ത് ചെയ്യാനുള്ളതാണ്? ക്യാൻസൽ ചെയ്ത് കളയാനുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ വരുമ്പോൾ അങ്ങനെയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ഈ 5ഉം 5ഉം ക്യാൻസൽ ചെയ്യും. അപ്പൊ എന്ത് എഴുതണം? 5π/5. കാരണം 5π-ആയിട്ടും എന്ത് ചെയ്യാനുണ്ട്? 5 ബൈ ചെയ്യാനുണ്ട്, ആരും കൂടി ബൈ ചെയ്യാനുണ്ട്, -π-ആയിട്ടും 5 ബൈ ചെയ്യാനുള്ളതാണ്. അങ്ങനെ ബൈ ചെയ്യാം. 5ഉം 5ഉം ക്യാൻസൽ ചെയ്തു. കണ്ടോ? ഇതിനു വേണ്ടി മാത്രമാണ് നമ്മൾ അത് എഴുതുന്നത്. അപ്പൊ ആൻസർ 5 അല്ല, വെറും π - π/5. അപ്പൊ ആ ഒരു ഭാഗം മുതലുള്ളത് നമുക്ക് എന്ത് ചെയ്താൽ മതി? പറഞ്ഞാൽ മതി. കണ്ടോ? സൈൻ ഓഫ് π - π/5. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെയാണ് സൈൻ π/5 വന്നിട്ടുള്ളത് എന്നുള്ളത് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. സൈഡ് ലാസ്റ്റ് നോക്കുക. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഓർക്കണം. ഈ ഒരു ഇക്വേഷൻ സൈൻ ഓഫ് x - y എന്ന് പറയുന്നത് സൈൻ എക്സ് കോസ് y മൈനസ് കോസ് എക്സ് സൈൻ y ആണ്. സൈൻ ഓഫ് x - y is equal to sin x cos y minus cos x sin y ആണ്. അപ്പോൾ എക്സിന്റെ പ്ലേസിൽ പൈയും വൈയുടെ പ്ലേസിൽ π/5ഉം നമ്മൾ കൊടുക്കുക. അപ്പോൾ സൈൻ പൈ കോസ് π/5 മൈനസ് കോസ് പൈ സൈൻ π/5 എന്ന് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഉള്ളിടത്തൊക്കെ ആര് വരും? ഇനി പൈ. വൈ ഉള്ളിടത്തൊക്കെ ആര് വരും? ഇനി π/5. അത്ര മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളൂ. ഇനി സൈൻ പൈ, സൈൻ എൻ പൈയുടെ പ്ലേസിൽ എൻ പൈ അല്ലെങ്കിൽ എൻ എന്ന് പറയുമ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ എൻ പൈ ആണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് എന്തെന്നേ വരുള്ളൂ? 0 ആണ്. 0യിലേക്കേ പോവുള്ളൂ. ഓക്കെ, അപ്പൊ അത് നമ്മൾ കഴിഞ്ഞ ഇയറിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ സൈൻ എൻ പൈ എന്ന് പറയുമ്പോൾ എൻ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 1π 2π 3π അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ സൈനിന്റെ വാല്യൂ എന്ന് പറയണത് സൈൻ എൻ പൈ എന്ന് വരുന്ന ആ വാല്യൂ എന്ന് പറയുന്നത് 0 ആവുള്ളൂ. അപ്പൊ സൈൻ പൈ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു ടേം മൊത്തം ശരിക്കും പറഞ്ഞാൽ പോയി. അല്ലാതെ 0 ഇൻറ്റു കോസ് π/5 ഒന്നും എഴുതണമെന്നൊന്നുമില്ല. ഞാൻ എഴുതി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാത്രം. ഈ ഒരു ടേം പോയി. ബാക്കിയുടെ എന്നുള്ളത് അടുത്തൊരു ടേം മൈനസ് കഴിഞ്ഞിട്ടുള്ള ടേംസ് മാത്രമേ ഉള്ളൂ. അപ്പൊ കോസ് പൈ എന്ന് പറയുന്നത് നമ്മൾ ടേബിളിൽ പഠിച്ചിട്ടുണ്ട്. കോസ് പൈ എന്ന് പറയുന്നത് -1 ആണ്. അപ്പൊ മൈനസ് ഓൾറെഡി ഉണ്ട്. അപ്പൊ ബ്രാക്കറ്റ് കൊടുത്ത് -1 ഇൻറ്റു സൈൻ π/5 എന്ന് കൊടുത്തു. ഇസ് ഈക്വൽ ടു എന്താണ്? സൈൻ π/5 എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസും മൈനസും ചേർന്ന് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മൈനസ് ക്യാൻസൽ ആയി പോയി പോസിറ്റീവ് ടേം ആവും. സൈൻ π/6 അല്ല π/5 ആവും ആൻസർ നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെയാണ് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ π/5 എന്ന് വന്നത്. സൈനും സൈനും ഇനി
സൈൻ ഇൻവേഴ്സും സൈനും ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻസർ π/5. സിമ്പിൾ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇനി സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1. സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1. അപ്പൊ ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം, π/4 ആണ്. നമ്മൾ ഓൾറെഡി ചെയ്തൊരു കാര്യമാണ് കേട്ടോ, ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. എന്താണ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറയുന്നത് π/4 ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചു അല്ലേ, ഓർത്തിട്ട് വയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ടേബിൾ നോക്കുക. π/4 എന്ന് പറയുന്നത് എന്തിലുണ്ട്? ഉറപ്പായിട്ടും π/2 π/2 ഉണ്ടാവും. കാരണം -90നും 90ക്കും ബിറ്റ്വീൻ ആയിട്ട് ആര് വരും? ഉറപ്പായിട്ടും 45 ഇല്ലേ, 45 വരില്ലേ. അപ്പോൾ ഉറപ്പായിട്ടും അത് ഓക്കെയാണ് അല്ലേ. അപ്പൊ പ്രിൻസിപ്പൽ വാല്യൂസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻക്ക് നമ്മൾ പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറയുന്നത്, ടാൻ ഇൻവേഴ്സ് 1 നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു π/4. അപ്പോൾ ഇനിയും എന്ത് മാത്രമേ നമ്മൾ നോക്കിയാൽ മതി? സൈൻ π/4 എന്താണെന്ന് മാത്രം നോക്കിയാൽ മതി. കാരണം ടാൻ ഇൻവേഴ്സ് 1ന്റെ പ്ലേസിൽ ആര് വന്നു? ഇപ്പോ ടാൻ ഇൻവേഴ്സ് 1ന്റെ വാല്യൂ വന്നു. അത് എത്രയാ? π/4. അപ്പോൾ സൈൻ π/4 മാത്രമേ എന്ത് ചെയ്യാനുള്ളൂ? നമുക്ക് കണ്ടുപിടിക്കാനുള്ളൂ. അപ്പൊ സൈൻ π/4 എന്ന് പറയുന്നത് എന്താണ്? 1/√2 ആണ്. എങ്ങനെ വന്നു? ടേബിൾ ഞാൻ ഈ ടേബിൾ കാണിച്ചത് അതൊന്നും നോക്കാൻ വേണ്ടിയിട്ടാണ്. സൈൻ എത്രയാ? π/4 എന്ന് പറയണത് അല്ല അല്ലെ. സൈൻ എടുക്കുക, π/4 നോക്കുക, രണ്ടും കൂടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഒന്ന് വരയ്ക്കുക, കോളം റോ ഒന്ന് വരച്ചെടുക്കുക. കൂട്ടിമുട്ടുന്ന എവിടെയാണോ അതാ 1/√2 അപ്പൊ ആൻസർ 1/√2. സിമ്പിൾ അല്ലേ? അടുത്തൊരു ചോദ്യം, എക്സ്പ്രസ് ടാൻ ഇൻവേഴ്സ് ഓഫ് cos x by 1 minus sin x in the simplest form. ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 2012 ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നോക്കാനുള്ളത്. സിമ്പിൾ ആണ്. അപ്പോൾ LHS എന്താണ് നമുക്ക് തുടങ്ങാം. കാരണം ടാൻ ഇൻവേഴ്സ് ഓഫ് cos x by 1 minus sin x എന്നുള്ളതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിനു മുമ്പ് കുറച്ച് ഇക്വേഷൻസ് നമുക്ക് അറിയേണ്ടതുണ്ട്. ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. cos 2x എന്ന് പറയുന്നത് എന്താണ്? cos സ്ക്വയർ x മൈനസ് സൈൻ സ്ക്വയർ x എന്ന്. നമുക്ക് വേണ്ടത് cos 2x അല്ല, എന്താ വേണ്ടത്? cos x ആണ് അല്ലേ. അപ്പോ 2x-നെ എങ്ങനെ x ആക്കാം? ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ഈ x ഉള്ള ടേംസിലൊക്കെ ത്രൂ ഔട്ട് x ഉള്ള ടേംസിനൊക്കെ ത്രൂ ഔട്ട് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും? 2 കൊണ്ട്. കാരണം 2x നമ്മൾ എന്താക്കി മാറ്റാൻ പോവാണ്? x ആക്കിയിട്ട് മാറ്റാൻ പോവാണ്. അപ്പോൾ 2x-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ x. cos സ്ക്വയർ x ഉള്ളതൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അല്ലാതെ മൊത്തം ഡിവൈഡ് ചെയ്യണം എന്നല്ല. x ടേംസിനെ മാത്രം എന്ത് ചെയ്യണം? 2 കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഈ ഒരു ഇക്വേഷൻ മനസ്സിലാക്കി വെക്കുക. ഈ ഇക്വേഷൻ cos x is equal to cos സ്ക്വയർ x by 2 minus sin സ്ക്വയർ x by 2. ഇനി അടുത്തൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. cos സ്ക്വയർ x is x പ്ലസ് sin സ്ക്വയർ x ഈക്വൽ ടു എന്താണ്? 1 ആണ്. അപ്പൊ cos സ്ക്വയർ x പ്ലസ് sin സ്ക്വയർ x is equal to എന്താണ് പഠിച്ചിട്ടുണ്ട്? 1 ആണ്. ഇനി ഒരാളും കൂടി പഠിക്കാനുണ്ട്. അപ്പൊ ഇതൊക്കെ മാറ്റണം. വീണ്ടും എഴുതാം. ഏതാണത്? യെസ്, cos 2x നമ്മൾ പഠിച്ചു. ഇനി എന്തുകൂടി പഠിച്ചിട്ടുണ്ട്? sin 2x നമ്മൾ ഇതുപോലെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? 2 cos x sin x, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 2 sin x cos x. അങ്ങനെ എഴുതാനും കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ ഇങ്ങനെ എഴുതിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ cos x എന്നാണ്, cos 2x-നെ മാറ്റി cos x എന്നാക്കിയ പോലെ sin 2x-നെ മാറ്റി sin x എന്നാക്കണം. അപ്പൊ sin x ഈക്വൽ ടു 2 cos x by 2 sin
x/2 എഴുതി. കാരണം എക്സിന്റെ അവിടെ മാത്രമേ നമ്മൾ ബൈ 2 ചെയ്തിട്ടുള്ളൂ. അപ്പൊ എക്സിന്റെ ടേംസിനൊക്കെ എന്ത് ചെയ്യണം, ബൈ 2 ചെയ്തിട്ട് സോൾവ് ചെയ്താൽ മതി. എളുപ്പമല്ലേ? അപ്പൊ ഇതൊക്കെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ കോസ് എക്സ് എന്ന് പറയുന്നത് കോസ് സ്ക്വയർ x/2 മൈനസ് സൈൻ സ്ക്വയർ x/2 ആണ്. 1 എന്ന പ്ലേസിലെ 1 എന്താന്ന് നമുക്കറിയാം. യെസ്, കോസ് സ്ക്വയർ x/2 പ്ലസ് സൈൻ സ്ക്വയർ x/2 ആണ്. ഇനി സൈൻ 2x എന്നല്ല സൈൻ എക്സ് ആണ് ഇനി വേണ്ടത്. അപ്പൊ സൈൻ എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം 2 സൈൻ x/2 കോസ് x/2 ആണ് എന്ന്. അപ്പൊ അതൊക്കെ ഇവിടെ എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അത്രേ ചെയ്തിട്ടുള്ളൂ. ഇതോടുകൂടി നമ്മുടെ ആൻസർ ആവുന്നില്ല. അപ്പൊ ഇതുവരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് എത്തിച്ചിട്ടുണ്ട്. ഇനി അടുത്ത കേസിലെ നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടില്ലേ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു അല്ല, എന്താണ്, എ പ്ലസ് ബി എ മൈനസ് ബി. ആ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab അല്ലെ. അപ്പൊ ഞാൻ ഇതും അതുപോലെ ഒന്ന് മാറ്റിയത് മാത്രം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു അല്ല, എന്താണ്, എ പ്ലസ് ബി എ മൈനസ് ബി. അടിക്കരുത് കേട്ടോ ഉറപ്പിട്ട്. ഓക്കെ, അപ്പോ എ അല്ല അവിടെ കിടക്കുന്നത് കോസ് x/2 ആണ്, ബി അല്ല അവിടെ കിടക്കുന്നത് എന്താണ്, സൈൻ x/2 ആണ് എന്ന് മാത്രം. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ടോ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്താ വരിക, ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ, അതാണ് ഈ ഇതായിരുന്നു എ പ്ലസ് അല്ല മൈനസ് ബി സ്ക്വയർ. അപ്പൊ ഈ എയുടെ പ്ലേസിൽ ആര് വന്നു, കോസ് എക്സ് കഥ, കോസ് x/2. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു, ഈ രീതിയിൽ മാറ്റി. അപ്പൊ എ എന്ന് പറയുമ്പോൾ കോസ് x/2 എന്ന് മാറ്റി. അങ്ങനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ് ഞാൻ പറഞ്ഞുതരാം. ഈക്വൽ ടു എന്തെന്ന് എഴുതുക, കോസ് x/2 മൈനസ് സൈൻ x/2 ഇൻറ്റു കോസ് x/2 പ്ലസ് സൈൻ x/2. സാറില്ല കാരണമാണ് അങ്ങനെ ചെയ്തത്. ബ്രാക്കറ്റ് ഒക്കെ അവിടെ ഉണ്ട്. ഇനി അതേപോലെ അടിയിൽ എന്ത് വരും, ഇക്വേഷൻ കൊടുക്കും അല്ലെ. അപ്പൊ കോസ് x/2 മൈനസ് സൈൻ x/2 സ്ക്വയർ. അപ്പൊ കോസ് x/2 മൈനസ് സൈൻ x/2 എന്ന് പറയുന്ന ടേം മുകളിലും ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോകുന്നു. ബാക്കി ആരേ ഉള്ളൂ, ഈ പ്ലസ് ഉള്ള ആള് മാത്രമേ, അവതാരം മാത്രമേ അടിയിൽ മുകളിൽ ഉണ്ടാവുള്ളൂ. ഡിനോമിനേറ്ററിലോ മൈനസ് വരുന്ന ഒരു ടേം, ഏത്, കോസ് x/2 മൈനസ് സൈൻ x/2 എന്ന് പറയുന്ന ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ഇവിടെ തന്നിക്കുന്നത്, കണ്ടോ. ഇനി ത്രൂ ഔട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, കോസ് x/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. കാരണം നമ്മൾ ആലോചിച്ചാൽ മതി, ടാൻ ആണ് പുറത്ത് വരുന്നത് അല്ലെ, ടാൻ ഇൻവേഴ്സ്. അപ്പൊ ടാൻ ആണ് ഉള്ളിൽ വരുള്ളൂ. അപ്പൊ ആ രീതിയിൽ മാറ്റണം, അങ്ങനെ ആലോചിക്കാം. അപ്പോ ടാൻ സൈൻ ബൈ കോസ് ആണ് ഞാൻ പഠിപ്പിച്ചു തന്നത്. സൈൻ ബൈ കോസ് ആണ് എന്ത്, ടാൻ എന്ന് അല്ലെ, സ്റ്റാർട്ടിങ്ങിൽ പ്രിൻസിപ്പൽ വാല്യൂസ് നോക്കുന്ന നേരത്തെ. അപ്പൊ സൈൻ ബൈ കോസ് എന്നുള്ള രീതിയിൽ. അപ്പൊ സൈനൊക്കെ എന്ത് ചെയ്യണം, കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ വെറും കോസ് കൊണ്ടാണോ, കോസ് x/2 കൊണ്ട് ഡിവൈഡ്. അപ്പൊ മൊത്തം സൈൻ മാത്രം ഡിവൈഡ് ചെയ്യാൻ പാടുണ്ടോ, ഇല്ല. അപ്പൊ എല്ലാത്തിനും അത് കോസ് x/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞുതരാം. കോസ് x/2 ബൈ കോസ് x/2 പ്ലസ് സൈൻ x/2 ബൈ കോസ് x/2. കഴിഞ്ഞിട്ടില്ലല്ലോ, അടിയിലൂല്ലേ, കോസ് x/2 ബൈ സൈനോ സോറി കോസ് x/2 പ്ലസ് കഴിഞ്ഞു. അടിയിൽ എന്തായിരുന്നു, മൈനസ് അല്ലേ, മൈനസ് അല്ലേ, നിങ്ങൾ പറഞ്ഞിട്ട് അടങ്ങനെ എഴുതുന്നത്, ബൈ 2 ബൈ കോസ് x/2. ത്രൂഔട്ട് ഞാൻ എന്ത് ചെയ്തു, കോസ് x/2. അപ്പൊ കോസ് ഇത് ക്യാൻസൽ ആയി, 1 സൈൻ ബൈ കോസ് ടാന്, ഇതും 1 ഇത് ടാന്. അങ്ങനെ എന്ത് ചെയ്തു, മൊത്തത്തിൽ അറേഞ്ച് ആയി. അതാണ് അടുത്ത സ്റ്റെപ്പിൽ. ഏത് സ്റ്റെപ്പിൽ ഇതാ. ഇനി ഉള്ളത് വളരെ ഒരു എന്താ പറയാ,
നമുക്കൊന്നെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഇതിലേക്ക് മാറും എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 പ്ലസ് ടാൻ എക്സ് ബൈ 2 ബൈ 1 മൈനസ് ടാൻ എക്സ് ബൈ 2 എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിക്കുക. ടാൻ പൈ ബൈ 4 മൈനസ് എക്സ് ബൈ 2 ആണെന്ന് അങ്ങോട്ട് കാണാപ്പുറം പഠിച്ചു വയ്ക്കേണ്ടി വരും. പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചതാണ്. ഇനി അതല്ല, നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാനൊരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം. 1 എന്ന് പറയുമ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? 1ന്റെ പ്ലേസിൽ ടാൻ പൈ ബൈ 4 എന്ന് എഴുതാം, പ്ലസ് ടാൻ എക്സ് ബൈ 2 ബൈ, ഈ 1നെ നമ്മൾ മാറ്റണ്ട, ആ 1 അങ്ങനെ തന്നെ ഇട്ടിട്ട് ആ 1 അങ്ങനെ തന്നെ ഇട്ടുക. അടിയിലുള്ള ആളെ 1 ആ 1 അങ്ങനെ തന്നെ ഇട്ടിട്ട് വീണ്ടും ടാൻ എക്സ് ബൈ 2 മാത്രമല്ല ആരെയും കൂടി ചേർത്ത് എഴുതുക. ടാൻ പൈ ബൈ 4 ടാൻ എക്സ് ബൈ 2 എന്നും കൂടി എഴുതുക. അപ്പൊ ഈ ഒരു ഫോം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടാൻ എക്സ് മൈനസ് ടാൻ വൈ ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ ആയിട്ടുള്ള ഒരു ഫോമാണ്. എന്ന് വെച്ചാൽ എന്താ ഇക്വേഷൻ? ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ. ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്നുള്ള ഫോമിലല്ലേ എടുക്കുന്നത്? നല്ല ഫോം ആയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതാണ് ഈ ഒരു ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ടാൻ ഓഫ്, ഇത് പഠിച്ചേക്ക്, ഇക്വേഷൻ ചോദിക്കാറുണ്ട്. ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്താണ്? ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ. ഇനി ഇത് പ്ലസ് അല്ല മൈനസ് ആണ് എന്നുണ്ടെങ്കിൽ ആ മൈനസ് എന്ത് ചെയ്യുക? മൈനസ് ആക്കുക. ആദ്യം മൈനസ് ആക്കുക. മൈനസ് ആക്കി എഴുതുക. അത്ര മാത്രമേ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഈ മൈനസ് വരുമ്പോൾ ഇവിടെ പ്ലസ് ഉള്ളത് എന്താവും? മൈനസ് ആവും. മൈനസ് ഉള്ളത് പ്ലസ് ആവും. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക, പഠിച്ചിരിക്കുക. അപ്പൊ ഈ ഇക്വേഷനാണ് ഇവിടെ എന്ത് ചെയ്തത്? അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇതിൽ നിന്ന് ടാനും ടാൻ ഇൻവേഴ്സും ക്യാൻസൽ ആവും. നമ്മൾ നേരത്തെ സൈനും ഇൻവേഴ്സും ക്യാൻസൽ ചെയ്ത പോലെ ടാനും ഇൻവേഴ്സും ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താ വരിക? പൈ ബൈ 2 പ്ലസ് എക്സ് ബൈ 2. അടുത്തത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. അത് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താ അത്? ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ. ഇനി ഇതിലൊരു വേറൊരു ക്വസ്റ്റ്യൻ ആണ്. 2 ടാൻ ഇൻവേഴ്സ് 1 ബൈ 2 പ്ലസ് ടാൻ ഇൻവേഴ്സ് 1 ബൈ 7 എന്ന് പറയണത് എന്താണ് എന്നുള്ളത്. എന്താണ്? ടാൻ ഇൻവേഴ്സ് 31 ബൈ 17 ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടും 2 ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? ടാൻ ഇൻവേഴ്സ് ഓഫ് 2x by 1 minus x square. എന്താണ്? 2 tan inverse x is equal to tan inverse of 2x by 1 minus x square എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ 2 tan inverse x എന്നല്ല, 2 tan inverse 1 by 2 ആണ്. അപ്പോൾ എക്സിന്റെ പ്ലേസിൽ ആര് കൊടുത്താൽ മതി? 1 by 2 എന്ന് കൊടുത്താൽ മതി. അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? മാറ്റുന്നു. അപ്പൊ എക്സ് ഇവിടെ ആരാ? 1 by 2. അപ്പൊ എക്സ് ഉള്ളടത്തൊക്കെ ആര് കൊടുക്കുക? 1 by 2 കൊടുക്കുക. അപ്പൊ ടാൻ ഇൻവേഴ്സ് 2x by 1 minus x square എന്നല്ലേ നമ്മൾ പഠിച്ചേ. അപ്പൊ എക്സ് ഉള്ളടത്തൊക്കെ ആര് വരും? 1 by 2. അപ്പൊ അത് കൊടുത്തു. പ്ലസ് ടാൻ ഇൻവേഴ്സ് 1 by 2 എന്ന് വരും. ഈ 2 ക്യാൻസൽ ചെയ്യുക ആദ്യം തന്നെ. അപ്പോൾ ആൻസർ എന്ന് വരും 1. ന്യൂമറേറ്ററിൽ 1. ഇനി ഡിനോമിനേറ്ററിൽ ആര് വരും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? 1 ഉണ്ട് മൈനസ് 1 by 2 സ്ക്വയർ അല്ലേ? 2 സ്ക്വയർ. അപ്പോൾ ആൻസർ 4 മൈനസ് 1 by 4 വെച്ച് കഴിഞ്ഞാൽ 3 by 4 അല്ലേ? ക്രോസ് ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ചതാണ്. 1 into 4 മൈനസ് 1 3 by അടിയിലുള്ള ടേമും ക്രോസ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ക്രോസ് ചെയ്തു. അപ്പൊ ആൻസർ ഇവിടെ എന്താ?
3/4. ഇത് തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 അതേപോലെ എഴുതി ഈ ഡിവിഷൻ എന്നുള്ളത് മൾട്ടിപ്പിൾ ആക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഡിനോമിനേറ്ററിലുള്ള ടേം തിരിച്ചിട്ട് കഴിഞ്ഞാൽ 4/3 ആൻസർ വരും അല്ലേ. 1 × 4/3 4/3. അപ്പോൾ അങ്ങനെയാണ് tan ഇൻവേഴ്സ് 4/3 പ്ലസ് tan ഇൻവേഴ്സ് 1/7 എന്ന് കിട്ടിയത്. ഇനി അടുത്തൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത ഇക്വേഷൻ എന്താ? ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. tan ഇൻവേഴ്സ് ഓഫ് x plus y is equal to tan x plus tan inverse y equal to tan inverse of x plus y by 1 minus xy എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. ഇനി പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പഠിക്കാം. tan inverse x plus tan inverse y equal to tan inverse of x plus y by 1 minus xy. Tan inverse x plus tan inverse y is equal to tan inverse x plus y by 1 minus xy എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക? ഓടിച്ചിട്ട് പഠിക്കുക. ആരെ ഓടിച്ചിട്ട് പഠിക്കുക? നമ്മളെ തന്നെ ഓടിച്ചിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ tan inverse x plus tan inverse y equal to tan inverse of x plus y by 1 minus xy എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ 4/3 വൈയുടെ പ്ലേസിൽ 1/7 ആണ്. അപ്പോൾ അതവിടെ കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം എക്സ് ഉള്ളിടത്തൊക്കെ ആര് വരും? ഇനി 4/3. y ഉള്ളിടത്ത് ആര് വരും? 1/7. അപ്പോൾ അതങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ tan ഇൻവേഴ്സ് ഓഫ് 4/3 plus 1/7 all divided by 1 minus 4/3 into 1/7. ഇത് ക്രോസ് മൾട്ടിപ്പിൾ ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ആ രീതിയിൽ ആദ്യം ചെയ്യാം. അതായത് ന്യൂമറേറ്റർ നോക്കൂ, 4/3 plus 1/7 ആണ്. അത് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 4 × 7 എത്രയാ? 28 plus 3/21 എന്ന് വരും. അപ്പോൾ ന്യൂമറേറ്റർ ഓർത്തേക്കുക 28 plus 3/21. അതിന് ഓർത്തേക്കൊന്നും വേണ്ട, അത് എഴുതി വയ്ക്കുക. ഇനി ഇതേപോലെ അടുത്തത് ഡിനോമിനേറ്റർ നോക്കാനുണ്ട്. അപ്പോൾ 1 minus 4/3 into 1/7. ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആ നേരത്തെ 4/21 എന്ന് വരും. അപ്പോൾ ആൻസർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 1 × 21 21, 1 × 4 4 ബൈ സ്ട്രേറ്റ് ചെയ്യാനുണ്ട് 21 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? 21 minus 4/21. അതങ്ങനെ നിൽക്കട്ടെ തൽക്കാലം. ഇനി ഞാൻ നേരത്തെ ചെയ്ത പോലെ, നേരത്തെ എന്താ നമ്മൾ കണ്ടുപിടിച്ചത്? 28 plus 3/21 എന്നും ന്യൂമറേറ്ററിലെ ഡിനോമിനേറ്ററിലോ 21 minus 4/21 എന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ രണ്ടെണ്ണം കോമൺ ടേം ആണ്. ന്യൂമറേറ്ററിലെ ഡിനോമിനേറ്ററും അതുപോലെ ഡിനോമിനേറ്ററും തന്നിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ബാക്കി എന്താ ഉള്ളത്? 28 plus 3/21 minus 4. അത് മാത്രം നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ്. അപ്പം അങ്ങനെ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? സുഖമായിട്ട് സുന്ദരമായിട്ട് നമ്മുടെ ആൻസർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്താൻ പറ്റും. എന്താ ആൻസർ? tan ഇൻവേഴ്സ് 28 plus 3 31, 21 minus 4 17 എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനിയും നമുക്ക് ഇതുപോലുള്ള പ്രോബ്ലംസ് ചെയ്ത് നോക്കുക തന്നെ വേണം. ചാപ്റ്റർ ഏകദേശം ഇത്രയൊക്കെ തന്നെ പഠിക്കാനുള്ളൂ. പിന്നെ നമ്മൾ ഫസ്റ്റ് ഇയർത്തെ +1 കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കണക്ട് ചെയ്തിട്ട്, ഫോർമുല കണക്ട് ചെയ്തിട്ടുള്ള സൈനും കോസും ടാനും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഇനിയും ഉണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കുക തന്നെ വേണം. നെക്സ്റ്റത്തെ എക്സസൈസുകളൊക്കെ നന്നായി ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും